വീക്കെൻഡ് ഇട്ടിട്ട് വലിയ കാര്യമില്ല. അന്ന് ഇത്ര ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കൊടുക്കുന്നത്. കുറെ ആയി ഇതേപോലെ വീഡിയോ എടുത്തിട്ട്. ഞാൻ ബർത്ത്ഡേ വീഡിയോ എടുത്തിട്ട് പിന്നെ ശരിക്കൊരു വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 6-7 വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പം അന്ന് മുതൽ നമ്മൾ ഈ വ്ളോഗ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇടുകയാണ്. വ്ളോഗുകൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല സിമ്പിളായിട്ടൊക്കെ തോന്നും, പക്ഷെ നല്ല എഫേർട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ശരീരത്തിനൊരു എഫേർട്ടും ഇല്ല, ശരീരം വിയർക്കൂല, പക്ഷെ തലക്ക് നല്ല പണിയാണ്. അങ്ങനെ കുറെ ആയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വെച്ചിട്ട് കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാനിങ്ങനെ വ്ളോഗ് ചുരുക്കി കൊണ്ടുവന്നാട്ടോ. ഇപ്പൊ ഞാൻ റീഫ്രഷ് ആയി. എനിക്ക് വ്ളോഗുകളൊക്കെ എടുത്ത് തുടങ്ങണം. ഒരുപാട് കണ്ടന്റുകളും കാര്യങ്ങളും ഉണ്ട് എനിക്ക് മനസ്സിൽ. അതിൻ്റെ ഇടയ്ക്ക് യാമിക്കുട്ടി ഒന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ റീഫ്രഷ് ആയിട്ട് ഞാൻ വിചാരിക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു വ്ളോഗ്, അതേപോലെ ആഴ്ചയിൽ ഒരു സ്റ്റിച്ചിങ് വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ബുധനാഴ്ച ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ എല്ലാ ബുധനാഴ്ചയും ഒരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്കും മടുപ്പില്ല, എനിക്കും മടുപ്പില്ല. പണ്ട് സീരിയലൊക്കെ ഉണ്ടാവില്ലേ, എല്ലാ വ്യാഴാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും അതുപോലെ ആക്കാല്ലേ. ബാക്കിയുള്ളതൊക്കെ ഷോർട്സ് ഒക്കെ ആയിട്ട് ഇടാം. അങ്ങനെയൊക്കെ ഞാനൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെയൊക്കെ നടന്നാൽ മതിയാണ്. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കൂടെ വേണം കേട്ടോ. വീഡിയോ ഒന്നും ഇടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഇടങ്ങേറാണ് കേട്ടോ. കാരണം മുമ്പൊക്കെ നമുക്ക് നമ്മളെ വീട്ടുകാർ, കല്യാണം കഴിച്ച വീട്ടുകാർ, കുറച്ച് നാട്ടിലത്തെ കൂട്ടുകാർ, അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഞാനൊരു 6-7 വർഷമായിട്ട് ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ഇതിലുള്ളവരും ഇതിന്റെ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. അത് ഉള്ളതാണ്. കാരണം നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഇല്ലെങ്കിൽ ദൂരസൂരൊക്കെ അത് നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അത് നിർത്തി വെച്ചാൽ നമുക്കൊരു ബുദ്ധിമുട്ടാക്കാര്. അതുപോലെ തന്നെ എനിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടുണ്ട് വരുമ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ അത് കാണുമ്പോഴൊക്കെ എനിക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. പറഞ്ഞു നിൽക്കാൻ നേരമല്ല, പിന്നെ ഒരു പുതിയ വിശേഷം പറയാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുക്കളയ്ക്ക് പോവാം. ആദ്യം നമുക്ക് ഇഡലിയും ചട്നിയൊക്കെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഉച്ചക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. അതിനുള്ള ചിക്കൻ മസാല തേച്ച് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ബിരിയാണി ഒക്കെ കാണിച്ചു തരാം കേട്ടോ. തേങ്ങ പിന്നെ ചിരവി എടുത്ത് വെക്കുക കേട്ടോ. ചെയ്യുക ഒഴിവുണ്ടാവുന്ന സമയത്ത്. ചിരവിട്ടല്ല, ഇങ്ങനെ പൂണ്ടെടുത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് ചിരവിയെ പോലെ ആക്കി. പുതിയ വിശേഷം ഉണ്ട് പറയാനെന്ന് അറിയില്ല. എൻ്റെ മുമ്പ് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇന്നൊരു ഉദ്ഘാടനം കൂടിയാണ് കേട്ടോ. അന്ന് ഇവരെ രണ്ടാളെയും ഉദ്ഘാടനമാണ് കേട്ടോ. ഇത് ഇൻഡസ് വാലി എല്ലാവർക്കും അറിയാലോ. ഇത് ഇൻഡസ് വാലിയുടെ ഇഡലി പോട്ടാണ് കേട്ടോ. വന്ന ഉടനെ തുറക്കലും നോക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. കുറേ ആയി വിചാരിക്കുന്നു, എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനത്തെ ഇഡലി പോട്ട്. അതായത് ഇങ്ങനത്തെ കുഞ്ഞിഡലി ഉണ്ടാക്കുന്നത് വാങ്ങിക്കണം. യാമിക്കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ പിന്നെ ഇൻഡസ് വാലിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടോ. കാരണം ഞാൻ മുമ്പ് ഇവരുടെ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ക്വാളിറ്റി അല്ലേ. കാണിച്ചു തരാം. ഇതൊക്കെ അതിന്റെ കൂടെ വരുന്ന വാറണ്ടി കാർഡും ഇങ്ങനത്തെ കാർഡുകളും ഒക്കെ അതിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നാണ് കേട്ടോ. 3 വർഷത്തെ വാറണ്ടിയാണ് കേട്ടോ ഇതിനുള്ളത്. ഇൻഡസ് വാലി പിന്നെ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഹെൽത്തി കുക്ക് വെയർ ബ്രാൻഡാണ്. പാത്രങ്ങളോടൊക്കെ പിന്നെ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാക്കാനുള്ളത്. നല്ലൊരു കട്ടിയുള്ള നല്ലൊരു പാത്രമാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള. നമുക്ക് വേറെയും കുക്കിംഗ് ആവശ്യത്തിനൊക്കെ ഈ ഒരു പാത്രം ഉപയോഗിക്കാം. അവരുടെ ഈ ഒരു പാത്രങ്ങളൊക്കെ ട്രിപ്പിൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങളാണ് കേട്ടോ. ഇതിലുണ്ടല്ലോ ഇങ്ങനെ 3 തട്ടുണ്ട്. ഈ ഒരു വലിയതിന്റെ കൂടെ ഈ ഒരു കുഞ്ഞിഡലിന്റെ തട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഇഡലി പാത്രം ഇതിലിങ്ങനെ ഇറക്കാനും എടുക്കാനും ഉള്ള ഈ ഒരു സാധനം കേട്ടോ. കൈമൊക്കെ ആവിയൊന്നും കയറാതെ. അപ്പോൾ ഇന്ന് ഇതിൽ ഇഡലി ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം കഴിക്കണം. പിന്നെ ഇതാ ഇന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഉദ്ഘാടനം കഴിക്കും. ഇതും ഇൻഡസ് വാലിന്റെ തന്നെയാണ് കേട്ടോ. ഇൻഡസ് വാലിന്റെ അതാ കുറേ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. കുക്കറുകളുണ്ട്, കുക്ക് വെയർ സെറ്റ് ഉണ്ട്, കടായി ഉണ്ട്, ഫ്രൈ പാന്, ബിരിയാണി പൊട്ട്, പുട്ടുപാത്രം ഒക്കെ അവരുടെ പ്രൊഡക്ട്സുകളാണ് കേട്ടോ. അതേപോലെ തന്നെ സ്റ്റൈനിന്റെ കുക്ക് വെയറും ഉണ്ട്. ഇൻഡസ് വാലിന്റെ ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. 100% ഫുഡ് സേഫും ആണ്, ലോങ് ലാസ്റ്റിംഗും ആണ്. ഇത് 8 ലിറ്ററിന്റെ കുക്കറാണ് കേട്ടോ. നല്ല കനണ്ട്. 3 ലെയർ ഹെവി ബേസ് ആണെന്നാണ് പറയുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി. പിന്നെ ഇങ്ങനെ ഒരു ലെറ്ററും കൂടെ ഉണ്ട് കേട്ടോ. ഇതിൽ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ അടുത്ത പർച്ചേസിന് നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ടാവും. നിങ്ങൾക്ക് ഓഫർ കിട്ടാൻ അതിന്റെ ഈ ഒരു കൂപ്പൺ കോഡ് ഇതാ, അത് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കും ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ ഇതിന്റെ ഉദ്ഘാടനത്തിനുണ്ട്. ഇതാ വെള്ളം വെച്ച് അടുപ്പത്ത് വെക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുറേ കാലം ഇതിൽ ഇഡലി ഉണ്ടാക്കി തിന്നാനൊക്കെ ഉള്ള ആയുസ്സും ആരോഗ്യവും ഒക്കെ തരട്ടെ അല്ലേ. ഞാനിതിൽ കുറച്ച് ഓയിൽ തടവട്ടെ. അപ്പം നമുക്ക് വേഗം ചട്ടി ഉണ്ടാക്കാം. യാമിക്കുട്ടി നീക്കുമ്പോഴത്തേനും പരിപാടികൾ തീർക്കണം. ഓള് നീച്ചാൽ പിന്നെ ഓളെ കാര്യങ്ങൾ നോക്കാൻ നിൽക്കണം. പിന്നെ അങ്ങോട്ട് നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല. പിന്നെ ഒന്നും പ്ലാൻ ചെയ്ത പോലെ ആവില്ല. ഓളുടെ മൂഡിനനുസരിച്ചിട്ടാക്കാൻ. ഇഡലിയും ചട്നി റെഡിയായി. അപ്പോഴത്തേന് യാമിക്കുട്ടി നീച്ചിട്ടുണ്ട്. മമ്മ കണ്ടില്ല.
പറ്റൂലേ. പല്ലും മുഖൊക്കെ കഴി കുഞ്ഞിടലി ഉണ്ട്, കുഞ്ഞിടലി. പപ്പ വന്നിക്കണല്ലോ, പപ്പ കുടിച്ചോ എന്തോന്ന് അയച്ചിരട്ടെ. രാമിക്കുട്ടി നീച്ച നേരത്തെ തന്നെ ഇവിടെ വേറൊരു ഗസ്റ്റും വന്നു. ഗസ്റ്റ് അല്ല, അയൽവാസിയാണ് കേട്ടോ. വിഷമിട്ട് പിടിയുന്നുണ്ട്. ഞങ്ങളെ പല്ലും മുഖമൊക്കെ തേച്ച് ഞാൻ ചായക്ക് റെഡി ആക്കട്ടെ. ഇക്കാ ആ ചായ ഒന്ന് റെഡി ആക്കാൻ ഞങ്ങളെ പല്ലും മുഖം തേച്ചു കൊടുക്കും. പല്ലും മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരാ. ബൈ ബൈ. ഇതാ യാമിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കിയേക്ക് മമ്മന്റെ പോലത്തെ ഡ്രസ്സ് യാമിക്കുട്ടിക്ക്, മമ്മന്റെ പോലത്തെ സെയിം ഡ്രസ്സ് യാമിക്കുട്ടിക്ക് ഇടാന്. നമുക്ക് ചായ കുടിക്കട്ടെ, എന്നിട്ട് ഇടട്ടോ. കുളിച്ചിട്ട് അതിന്റെ മോളിക്കാണ് കേറി ഇരിക്കുക. അതല്ല യാമിക്കുട്ടിന്റെ ഇഡലി നോക്കിയേക്ക്, ഇതാ കുഞ്ഞിഡലി, കുഞ്ഞിഡലി. യാമിക്കുട്ടിയുടെ പിങ്ക് ഗ്ലാസും പിങ്ക് പ്ലേറ്റും. ഇത് ബിസ്മിന്ന് വാങ്ങിച്ചാട്ടോ, വെറും 90 രൂപ. ഇത് മാത്രല്ല, അതിന്റെ കൂടെ 2 ബൗളും ഉണ്ട്, പിന്നെ സ്പൂണും ഫോർക്കും ഒക്കെ ഉണ്ട്. ആ ചായ ഒഴിക്കട്ടെ, ഒഴിക്കട്ടെ, ചായ ഒഴിക്കട്ടെ കേട്ടോ. ഓക്കെ, യാമിക്കുട്ടിയുടെ ഇഡലി, ബേബി ഇഡലി. കുട്ടികളൊക്കെ എല്ലാ ആൾക്കാർ പ്രത്യേകിച്ച് വാങ്ങിക്കൊണ്ടിട്ടില്ല ഇങ്ങനത്തെ സാധനം. കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിട്ടേ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ഇഡ്ഡലിയൊക്കെ കൊടുത്ത് കുട്ടികളെ നമുക്ക് കയ്യിലെടുക്കാം. അപ്പൊ കയ്യിലെടുത്ത് കടയാണ് ഇനിയും കയ്യിലെടുക്കുന്നല്ലോ അല്ലെ. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിട്ട് ചായയിൽ മുക്കി കഴിച്ചു. കറി വേണം, കറി വേണം, ഇത് വേണം, ഇത് വേണം. ചായ ചൂടാണ് കേട്ടോ. പിന്നെ മണ്ണ 3 4. അല്ല ഒക്കെ കഴിക്കല്ലേ, ഒരുമിച്ച് കഴിക്കല്ലേ, പതുക്കെ പതുക്കെ കേട്ടോ. കുട്ടി ഇതേപോലെ തന്നെ ബെഡ്ഷീറ്റ് കൊണ്ട് ഇരിക്കുമ്പോൾ ഓൻ റെഡി ആക്കായിരുന്നു. ഉള്ളിൽ വന്ന പോലെ തന്നെ യാമിക്കുട്ടി ബെഡ്ഷീറ്റ് ഇരിക്കുകയാണ് കണ്ട. അപ്പൊ ബെഡ്ഷീറ്റ് ഇരിക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ അലമാരുടെ ഉള്ളിലും ബൂബുക്കുട്ടിന്റെ പോലെ എപ്പോഴും അലമാരുടെ ഉള്ളിൽ കയറിക്കും. ബൂബുക്കുട്ടനെ കുട്ടി എന്ന സാധനമൊക്കെ പോണട്ടോ. ചൂലെടുത്തിട്ട് വന്നോ? ഓളും ചൂലെടുത്തിട്ട് വന്നു. നിന്റെ ചൂല് തന്നെ വേണായിരിക്കും. എനർജി ഓള് കഴിക്കും. ഓള് ആദ്യം നോന്നൊക്കെ പറയും, പക്ഷെ എന്നിട്ട് മണ്ടി ഓടി വന്ന് കഴിക്കും. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇനിയിപ്പോ വരും, ടൊപ്പ വരും. ഞാൻ കണ്ണും പൊട്ടി നോട്ടെ. ആരത് കൊണ്ടേക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്താ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് എന്നൊക്കെ. പ്രധാനപ്പെട്ട കാര്യമല്ല, അതായത് എല്ലാവരും എപ്പോഴും ചോദിക്കുമല്ലോ ഇക്കാക്ക് എന്താ ജോലി, ഇക്കാക്ക് എന്താ ജോലി. ഞാൻ പറയാറുണ്ട് ഇക്ക ബാർബറാണ്, ഇക്ക ബാർബറാണ് എന്ന് പറയാറുണ്ട്. പിന്നെ എപ്പോഴും ചോദിക്കില്ല ഇക്കൊക്കെ എന്താ ജോലി, ഇക്കൊക്കെ എന്താ ജോലി. അപ്പൊ ഞാൻ പറയും ബാർബറാണ്. കാര്യങ്ങൾ എപ്പോഴും ഇവിടെ കാണുമല്ലോ. പക്ഷെ ബാർബറാണ് പറഞ്ഞാലല്ല, അങ്ങ് വിദേശത്തെ നിൽക്കുക ബാർബർ. പിന്നെ കൊറോണ ടൈമിലാണ് ഇക്ക നാട്ടിൽ വന്നത് കേട്ടോ. കമന്റിൽ ഞാൻ കാണലുണ്ട്, ഞാൻ വെറുതെ ചോദിച്ചാണ് സംഭവം. എനിക്ക് എത്ര വർഷമൊക്കെ 18 വർഷം. ഞാൻ കുറെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. 18 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് എല്ലാതും സെറ്റപ്പ് ആക്കി നമ്മള് നാട്ടിൽ വന്നു. പിന്നെ കൊറോണ ടൈമിലാണ് നാട്ടിൽ വന്നത്. ഇപ്പൊ നാട്ടിൽ സെറ്റിലാണ്. പിന്നെയും ഗൾഫിലേക്ക് പോണം എന്നുള്ളതുകൊണ്ട് നാട്ടിലൊന്നും സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. 2 പ്രാവശ്യം പോവുകയും ചെയ്തു, 2 പ്രാവശ്യം അതേമാതിരി കാരണം കൊറേ ഇങ്ങനെ നിന്നപ്പോ പിന്നെ ഞങ്ങക്ക് തീരെ അങ്ങോട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റണ്ട. അങ്ങനെ പിന്നെ 2ാമത് പോയിട്ട് വന്ന സമയത്ത് പിന്നെ ഇവിടെ അനിയന്റെ ഷോപ്പിൽ പോയിരുന്നു കേട്ടോ. പക്ഷെ പിന്നെയും പോണം വെച്ചിട്ടാണ് നമ്മള് നിന്നിരുന്നത് അല്ലേ. പിന്നെ ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആവും ചെയ്തു. അങ്ങനെ ആ സമയത്ത് പിന്നെ കടയിലേക്ക് പോയാലും അങ്ങനെയാണ് മെല്ലെ സ്റ്റോപ്പ് ആക്കി. കാരണം ഫുൾ ടൈം പിന്നെ
കെയർ ചെയ്തിരുന്ന് നിൽക്കുകയായിരുന്നല്ലോ. ഞാൻ ഡോക്ടറോട് പറയും എന്താ എനിക്ക് 2 ഉമ്മാരാണ്. ഞാൻ പ്രസവിക്കാൻ പോയ സമയത്ത് ഇക്കയും എന്റെ ഉമ്മാരെ പോലെയാണ് നോക്കിയിരുന്നത്. അതേപോലെ എന്റെ ഉമ്മച്ചി എന്നെ ഫുൾ ടൈം നോക്കിയിരുന്നത് ഇക്കയെന്നു കേട്ടോ. കാരണം അതിർപ്പത്തിലുണ്ടായതല്ലേ വിശേഷമൊക്കെ അല്ലേ. ഷോപ്പിൽ പോവലും അങ്ങനെ നിന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോവണം, ഇനി നമുക്ക് ഒരുമിച്ച് പോകണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലാനിലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആ പ്ലാനെ മാറ്റി വെച്ചു. ഇപ്പൊ വീടൊക്കെ നേരാക്കി, ഇനിയിപ്പോ ഒരു പോക്കൊന്നും വേണ്ട എന്നുള്ളത് തന്നെ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഒക്കെ പറഞ്ഞു ഞാൻ ഇവിടെ ഷോപ്പ് വേണം എന്നുള്ള ഒരു ഇതില് ഞങ്ങളിപ്പോ പുതിയ ഷോപ്പ് അനിയന്റെ ഷോപ്പിന്റെ ഒക്കെ വാങ്ങിച്ചിട്ട് എന്തേ ഇവിടെ യാമിക്കുട്ടിക്ക് കാണിച്ചെടുക്കട്ടെ, യാമിക്കുട്ടിനെ കാണിച്ചെടുക്കട്ടെ. അങ്ങനെപ്പോൾ ഇക്ക നാട്ടിൽ പുതിയ ഷോപ്പൊക്കെ തുടങ്ങി. ഇക്ക ഡെയിലി ജോലിക്ക് പോയി തുടങ്ങിയിട്ട് അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഇപ്പോൾ എന്താ പറയുക, പ്രഗ്നൻ്റ് ആയ മുതലും അല്ല ഇക്ക നാട്ടിലേക്ക് വന്ന കൊറോണ കഴിഞ്ഞ് വന്നേ മുതലും ഇക്ക എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. കുട്ടികൾ ഷാഡ്യം പിടിച്ചാൽ കോലി മിഠായി ഡായി ഡൈ പറഞ്ഞ പോലെ ഒരു അടിയന്തരാവസ്ഥയിലൊക്കെ കൊടുക്കും. പ്രോത്സാഹനം നല്ലോണം കൊടുക്കണം നമ്മള്. അപ്പൊ മുമ്പൊക്കെ ഇക്ക പണിക്ക് പോയിരുന്ന സമയത്ത്, അതായത് ദുബായിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിലും ഇക്കാക്ക് ഒറ്റ ദിവസം ലീവ് ഉണ്ടാവില്ല. പിന്നെ അതേപോലെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിലും പിന്നെ ഇവിടുന്ന് പോകുമല്ലോ, നമുക്ക് മിസ്സിങ് ആണ് എപ്പോഴും. അപ്പൊ ഇക്കാനെ ഇങ്ങനെ കിട്ടണേന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നുണ്ട്. പണി ചിലപ്പം ഇന്ന് ഷോപ്പിക്ക് പോകണ്ട അങ്ങനെയൊക്കെ പറയും. എപ്പോഴും ഇക്ക അടുത്തുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കൂല, അതേപോലെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആഗ്രഹങ്ങളാണ് ഇത്രയും കാലം നടന്നത് അല്ലേ. 5 വർഷം ഒരുമിച്ച് എപ്പോഴും നമുക്ക് എപ്പോ കാണണം പറഞ്ഞാലും ആളടുത്തുണ്ടാവും. എപ്പോഴും കാണണമെന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അല്ല കാണണമെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണ്. ഇക്ക ജസ്റ്റ് രാവിലെയും വൈകുന്നേരം മാത്രം ഒന്ന് പുറത്തു പോയി വരുള്ളൂ. പിന്നെ ഞങ്ങൾ എപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പൊ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടോ ഞാൻ കാണുന്നത് ലൈഫിൽ. ഇപ്പൊ ഈ ഒരു ലൈഫ് ഒരു രസം കേട്ടോ, ഒരു വ്യത്യാസമാണല്ലോ എപ്പോഴും ലൈഫിൽ. ജോലിക്ക് പോവുക, ഞാൻ യാമിക്കുട്ടി ഒറ്റക്ക് ഇവിടെ ഉച്ചക്ക് വരിക, രാത്രി വരിക. എന്നതന്നെ കടയ്ക്ക് പോണേന്റെ തലേ ദിവസം ഞാൻ ഇക്കാണ്ട് പറയും, ഇക്കാക്ക് നിങ്ങൾ ഗൾഫിക്ക് പോകണം. ഞാൻ പറയും നിങ്ങൾ ഗൾഫിക്ക് പോവാന്നൊക്കെ തോന്നുന്നു, എനിക്ക് എന്തോ ഒരു ടെൻഷൻ. എനിക്ക് നാളെ മുതൽ കടയ്ക്ക് പോവാണെന്ന് ആലോചിക്കുമ്പോ ഞാൻ ഒരു ദിവസമല്ലേ ലീവ് കിട്ടുള്ളൂ, എപ്പോഴും കിട്ടൂലല്ലോ. അപ്പൊ അങ്ങനെ ഒരു എന്തോ ഒരു ഫീല്. ആരെങ്കിലൊക്കെ മുടി വെട്ടാനൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഓ കടയുടെ പരസ്യം ഈ ഭാഗത്തുള്ള ആൾക്കാരല്ല, അങ്ങോട്ട് കാസർഗോഡ് ഇങ്ങോട്ട്, പിന്നെ അതുപോലെ ഈ ഭാഗത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ മുടിവെട്ടാലും ഇങ്ങോട്ട് വന്നോളൂ. നമ്മളെ പരിസരത്ത് കൂടെ ഉള്ള ആൾക്കാർക്കല്ല നമ്മൾ പരസ്യം ചെയ്യണം. ദൂരത്തേക്ക് അവിടെ നിങ്ങൾ വണ്ടി വിളിച്ച് മുടിവെട്ടുക എന്നിട്ട് പോവുക. അപ്പൊ അങ്ങനെ ബാർബർ ഷോപ്പ് ഒക്കെ ആയി ഞങ്ങൾ ഇവിടെ സെറ്റ് ആയി. അപ്പൊ ഇന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഇങ്ങനെ ജോലിക്ക് പോണവരുടെ ഒരു സ്പെഷ്യൽ ഡേ. പിന്നെ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ നമ്മള് ബാർബർമാര് മറ്റേ കൂടുതലും ഈ ചൊവ്വാഴ്ചയാണ് കേട്ടോ ലീവ് ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങള് ലീവ് ആക്കിയിരിക്കുന്നത് സൺഡേ ഹോളിഡേ ആക്കി. എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് അധികം പണി ഉണ്ടാവാന്നൊക്കെ ഉണ്ടോ പറയാ. പക്ഷെ ഞങ്ങൾ അതൊന്നും നോക്കിയിട്ടല്ല, നമ്മളൊരു സൗകര്യത്തിനും കംഫർട്ടിനൊക്കെ വേണ്ടിട്ട് മൊത്തത്തില് ലീവ് ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ ഞായറാഴ്ച ലീവ് ആക്കി. അപ്പൊ ഇന്ന് ഞങ്ങളെ ഞായറാഴ്ചയാണ്. അപ്പൊ ഞങ്ങളെ സൺഡേ ഹോളിഡേ ആണ്, ഫസ്റ്റ് വീക്കെൻഡ് ആണ്. അപ്പൊ ഞാൻ പറയാം എനിക്ക് ഈ വീക്കെൻഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദുബായിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടാവണ സമയത്ത് വീക്കെൻഡ് ഉണ്ടാവില്ല, ഡെയിലി വർക്ക് ആക്കാരുമല്ലോ. പിന്നെ ഇക്ക നാട്ടിലേക്ക് ലീവിന് വരുന്ന സമയമാണല്ലോ, അപ്പോഴും വീക്കെൻഡ് അല്ലല്ലോ. അപ്പൊ ഫുൾ ഡേ അങ്ങനത്തെയാണ്. വീക്കെൻഡ് അങ്ങനെ കിട്ടില്ല. പിന്നെ കല്യാണം ഗൾഫിൽ പോകേണ്ട മുമ്പ് വീക്കെൻഡ് ഉണ്ടായിട്ടോ. അന്ന് വീക്കെൻഡ് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. അന്ന് അന്ന് ഇങ്ങനത്തെ സെറ്റപ്പുകൾ സൗകര്യങ്ങൾ നമ്മളിങ്ങനെ കറങ്ങാൻ പോകും, അതൊന്നും അന്നത്തെ കാലത്ത് അത്രയൊന്നും ഇല്ലല്ലോ. അന്ന് വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ ഓലെ കാണാൻ കിട്ടൂല. അങ്ങനത്തെ ഒരു കാലാണ്. ഓല് എങ്ങോട്ടേലൊക്കെ പോവുക, അങ്ങനെയൊക്കെ ഉള്ള അന്നൊക്കെ. ഭാര്യമാരെ കൂട്ടി കറങ്ങാൻ പോവുക, വീട്ടിൽ വെച്ചിട്ട് നമ്മള് ആണുങ്ങൾ എന്ത് ചെയ്യും, ആണുങ്ങള് പോവുക, അങ്ങനത്തെ രാവിലെ രാത്രിയൊക്കെ വരും, അങ്ങനത്തെ കാലങ്ങളായിരുന്നു. ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ വീക്കെൻഡ് ആണ്. ഇപ്പൊ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഇങ്ങനെ പോവാനും ഇതിനൊക്കെ ഇപ്പത്തെ കാലത്ത് നാട്ടിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്, പോവാനും ഒക്കെ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ ഒരു യാമിക്കുട്ടി ഉണ്ട് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ വീക്കെൻഡിന് പുറത്തൊക്കെ പോകില്ലേക്കാ, പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പട്ടാമ്പി വീട്ടിൽ കണ്ടപ്പോൾ പട്ടാമ്പി വീട്ടിലേക്കല്ല ഞങ്ങൾ പോണേ, ഞങ്ങള് പട്ടാമ്പിയിൽ വേറെ കുറച്ച് കറങ്ങാനൊക്കെ വേണ്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ കുക്കർ ബിരിയാണി റെഡി ആക്കട്ടെ. ആദ്യം വീക്കെൻഡ് കുക്കർ ബിരിയാണി അടുത്ത വീക്കെൻഡില് കട ബിരിയാണി. ഞാൻ പറയാറില്ല ഞങ്ങളെ പണി ജോലി എപ്പോഴും പാർട്ട്ണർഷിപ്പിലാണ്. നിക്ക ഇവിടെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ പാർട്ട്ണർഷിപ്പിലാണ് കേട്ടോ ജോലി എപ്പോഴും എല്ലാതും ചെയ്യല്. ഇപ്പോഴും പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ പാർട്ട്ണർഷിപ്പിൽ തന്നെയാണ് ജോലിയൊക്കെ. അപ്പൊ ഇക്ക ബിരിയാണിക്കുള്ള ഉള്ളി സാധനങ്ങളും ഇതൊക്കെ അവിടെ വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കി. അടുത്ത സഹായം നമ്മൾ കഴിക്കുക എന്നുള്ളൊരു സഹായം അത് തീർത്തു കൊടുക്കുമ്പോൾ അതിന് വരണം കേട്ടോ. അത് നമ്മളെ കടമയാണ്. ഓക്കെ
നമുക്ക് നമ്മൾ പുതിയ കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. ഇതിന്റെ വാശരൊക്കെ പച്ച കളറാണ്, നല്ല രസമുണ്ടല്ലേ. കുക്കർ ബിരിയാണി ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇവിടെ ബിരിയാണി എപ്പോഴും ഇരിക്കുകയാണ് ഉണ്ടാക്കാറ്. ഷെഫ്കുട്ടനുള്ള സമയത്ത് ഓൺ ഉണ്ടാക്കാറുണ്ട് കുക്കർ ബിരിയാണി. ആ മമ്മ വരുന്നു. യാമിക്കുട്ടിയുടെ നല്ല TV ആണല്ല കേട്ടോ. ഞാൻ കൊണ്ടു കൊടുക്കട്ടെ. രാവിലെ നീച്ചയൊക്കെ TV വെച്ചെടുക്കൂല കേട്ടോ. ഓരോ നേരം വെച്ചിക്കാം. പിന്നെ മൊബൈലിൽ കളിക്കലില്ല. മൊബൈലാകുമ്പോൾ കുട്ടികൾ എപ്പോഴും നോക്കുമല്ലോ. TV ആകുമ്പോൾ ഒരു നേരത്തിനൊക്കെ അല്ലേ നോക്കുള്ളൂ. അതുകാരണമാണ് ഞങ്ങൾ യാമിക്കുട്ടി കണ്ട TV തന്നെ വാങ്ങിച്ചത്. അപ്പോൾ അവൾക്ക് കുളി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം TV വെച്ച് കൊടുക്കും. ഒരു ഉച്ചാകുമ്പോഴത്തേനത് നിർത്തും. അതേപോലെ മഗ്‌രിബിക്ക് ശേഷം ഒന്ന് വെച്ച് കൊടുക്കും. ഒരു 9-10 TV നിർത്തും. അത്രയും ഉള്ള TV ആണല്ലോ. TV ആണ് നല്ല ഇഷ്ടം. പിന്നെ ഞാനിങ്ങനെ കുടിക്കുന്ന കുപ്പിയിൽ വെള്ളം നിറച്ചു കൂട്ടോ. അത് ഇടക്കിടക്ക് ഇങ്ങനെ നിറച്ചു കൊടുക്കണം. എന്നാൽ പിന്നെ അവൾക്ക് ആവശ്യം നമ്മൾ എടുത്ത് കുടിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഇൻഡസ് വാലി കുക്കറിന്റെ ഉദ്ഘാടനമാണ്. എന്തൊരു വെയിറ്റാണെന്നറിയോ ഇത്. ബിരിയാണി ഒക്കെ ഉണ്ടാക്കി നല്ല പെർഫെക്റ്റ് ആക്കി. അപ്പോൾ ഞങ്ങളെ വീക്കെൻഡ് കുക്കർ ബിരിയാണിയാണ് കേട്ടോ ഇത്. അടുക്കളയിൽ ഫാൻ ഇട്ടിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ചൂടത്ത് നിൽക്കൂല. കുറച്ച് നെയ്യ്, കുറച്ച് എണ്ണ, ഏലക്കായ, കറാമ്പൂവ്, പട്ട ഒന്ന് ഇളക്കി കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഈ ഉള്ളി ഉണ്ടല്ലോ ബ്രൗൺ കളറാണ്. ഇതെന്ത് കളിയാ? പുതിയ കളിയാ? ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കളിയാണ് കേട്ടോ കൂട്ടുകാരെ. ആമക്കളിയാ. ആമേ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ബ്രൗൺ കളറായി നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി സെറ്റാക്കുക. ഉള്ളി കരിക്കാനുള്ള ഒരു സമയം മാത്രമേ ഉള്ളൂ. ഇത് മല്ലിയില, പുതിനയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമ്മളെ മസാല തേച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കനിൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, അതുപോലെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തൈരും ചേർത്തിട്ടാണ് ഇത്. കുറച്ചധികം നേരം തന്നെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നമ്മൾ അരി ഇട്ട് കൊടുക്കുക. 3.5 ഗ്ലാസ് അരിയാണ്. അതിക്ക് 3.5 ഗ്ലാസ് ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുഡിലേക്ക് എപ്പോഴും തണുത്ത വെള്ളം ഒഴിക്കാൻ പറ്റൂല. എപ്പോഴും നമ്മൾ വെള്ളം കൂട്ടും ഒക്കെ ചെയ്യുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കണം എന്ന് എല്ലാവർക്കും അറിയണ കാര്യമായിട്ടോ വലിയ ആളായിട്ട് പറഞ്ഞു തരാം. ഈ സമയത്താണ് നമ്മൾ ഉപ്പുണ്ടോ നോക്കണ്ടേ. സ്വല്പം ഉപ്പാവാം. ഉള്ളു പൊതിച്ചു മൂടി കിടക്ക് ആമിക്കുട്ടി. മാമു തിന്നണ്ടേ? ബിരിയാണി മാമു തിന്നണ്ടേ മാമിക്കുട്ടിക്ക്? അതിനപ്പോ നീച്ചപ്പോ അയ്യോ ഞാൻ വൃത്തികേടാക്കിയേനെ. അതൊക്കെ അറിയാലോ അതിന്. അല്ല ഇന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു ഇങ്ങനെ വൃത്തികേടാക്കണേനൊന്നും. നീച്ചേക്ക് അയ്യോ വേഗം നേരാക്ക. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കുട്ടിയാണേ. കൊളാക്കല്ലേ, ഓവറാക്കണ്ട പോരെ. ഒരു വിസിലടിച്ച് ഓഫാക്കിയിട്ട് അതിന്റെ പ്രഷറൊക്കെ പോയി കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റണം. ബിക്കോസ് ഇത് അതിനുള്ളിലിരുന്ന് കട്ട പിടിക്കും. വെന്തുടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എന്നാൽ വേവും ചെയ്തിരിക്കണം. ലെഗ് പീസ് രണ്ട് വാക്കൊന്നുമില്ല. നമ്മളെ കുക്കർ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ വേഗം കഴിക്കട്ടെ. 3 മണിയാകുമ്പോഴത്തേന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പം സമയത്ത് കഴിക്കാം 1:45. തൈര് ഇക്കാൻ്റെ വക കേട്ടോ. പിന്നെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ വക നല്ല നാടൻ മാങ്ങച്ചാർ. യാമിക്കുട്ടിയുടെ വളമ്പല് തിന്നലൊക്കെ തുടങ്ങിയിരിക്കണേ. പപ്പക്ക് എത്ര ഉള്ളൂ? അപ്പം ഞങ്ങൾ വേഗം ഞങ്ങളാ കുക്കർ ബിരിയാണി തിന്നിട്ട് തിന്ന് നോക്കിയൊക്കെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയാം ആമിക്കുട്ടി തിന്നിട്ട്? അതെ, എരിവ് കൂടുതലുണ്ട് അല്ലേ? കുക്കർ ബിരിയാണി നല്ല സൂപ്പറാണ് കേട്ടോ. സൂപ്പറാണുള്ളതൊരു എളുപ്പമാണ്. നമുക്ക് അധികം പാത്രങ്ങളൊന്നും കണ്ടിട്ട് കുക്കർ എടുക്കുക വെക്കുക അത്രേ ഉള്ളൂല്ലോ. സിമ്പിളാണ്. ആമിക്കുട്ടി കാര്യമായിട്ട് ബിരിയാണി ഒന്നും കഴിക്കൂല. അവൾക്ക് ഞാനൊരു കനത്തിന് എപ്പോഴും നേന്ത്രപ്പഴത്തിനെയാണ് ആശ്രയിക്കാറ്. നേന്ത്രപ്പഴം ഇഷ്ടമാണ്. നേന്ത്രപ്പഴം ഞാൻ പുഴുങ്ങാൻ വെച്ചതായിരുന്നു കേട്ടോ. അതില് കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ. കുഞ്ഞു വാ. അമ്മക്കുട്ടി പോവാ മാറ്റുക. ഒറ്റക്ക മാറ്റണ്.
സന്തോഷം കൊണ്ടാണേ സന്തോഷം അസുവിനൊക്കെ കാണണേ. പറഞ്ഞതാ ബൈ ബൈ അത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. അപ്പൊ ഞങ്ങള് ആദ്യത്തെ വീക്കെൻഡൊക്കെ എല്ലാ പ്രാവശ്യവും ഉണ്ട്. വീക്കെൻഡൊക്കെ എന്നും ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വീക്കെൻഡ് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ തൂഫാനൊക്കെ പോലെ അല്ല മറ്റാള് തൂഫാനൊക്കെ. മറ്റാള് തൂഫാനൊക്കെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ബുബുവിന്റെ അറ്റെടുക്ക അസുവിനെ കാണാൻ പോവാ. എന്താ മുദ്ര? കഥകളി മുദ്ര. ആ പാപ്പാനെ കാണാനാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തോടുകൂടി